ബാലമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയ ദിവസമാണ്. ശ്രീ ഗുരുവായൂരപ്പന്റെ, അതായത് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ഏട്ടൻ ബലരാമേട്ടന്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന്. നമ്മൾ ബലരാമേട്ടന് ഒരുപാട് പിറന്നാളാശംസകൾ പറയാം അല്ലേ. ബലരാമസ്വാമിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സത്സംഗം തുടങ്ങുന്നത്. ശ്രീലകത്ത് ഇന്ന് എന്താ അലങ്കാരം എന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഇത് പ്രീ ഷൂട്ട് ചെയ്ത് വെക്കാണ്. എന്നാൽ നമ്മുടെ സത്സംഗത്തില് ഇന്ന് രാമനും കൃഷ്ണനും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മുടെ സത്സംഗ കൃഷ്ണന്റെ ഇന്നത്തെ അലങ്കാരം. അപ്പോ രാമകൃഷ്ണന്മാർക്ക് അനേകം അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. അപ്പോൾ ഇന്ന് ബലരാമസ്വാമിയുടെ പിറന്നാൾ മാത്രമല്ല കേട്ടോ, ഇന്നത്തെ ദിവസത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. അതായത് ഇന്ന് പരശുരാമന്റെ അവതാരവും കൂടി ഇന്നത്തെ ദിവസമാണ് എന്നാണ് പറയാറുള്ളത്. അതേമാതിരി തന്നെ നരനാരായണന്മാരുടെ അവതാരവും ഇന്നത്തെ ദിവസം തന്നെയാണെന്നാണ് പറയുന്നത്. ശ്രീ ഗുരുവായൂരപ്പന്റെ ഹയഗ്രീവൻ എന്ന അവതാരവും ഇതേ ദിവസം തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ അന്നപൂർണേശ്വരി ആയിട്ടുള്ള ആ ഭഗവതി അമ്മയുടെ രൂപവും ഇന്നത്തെ ദിവസം തന്നെയാണത്രേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ അനേകം പ്രത്യേകതകളുള്ള ദിവസമാണ്. ഇന്നലെ എല്ലാവർക്കും വൈശാഖ മാസം നന്നായിട്ട് തന്നെ ആചരിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വ്രതങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്താൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നും നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇനി ചില അമ്മമാർ വിചാരിക്കും, എനിക്ക് പറ്റിയില്ലല്ലോ സവിത, ഞാൻ ഇന്ന തിരക്കിലായി പോയല്ലോ എന്ന് വിചാരിക്കുന്ന അമ്മമാരോട് ഒട്ടും പരിഭ്രമിക്കേണ്ട കേട്ടോ. ഒരു ദിവസമല്ലേ വൈശാഖം കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ വ്രതത്തോടു കൂടി തന്നെ പാലിക്കാൻ സാധിക്കില്ലേ? അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ബലരാമസ്വാമിയുടെ ഒരു കഥയോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങാല്ലേ. ഇന്ന് ബലരാമസ്വാമിയുടെ കഥ എന്ന് പറയുമ്പോൾ പ്രലംബാസുരന്റെ കഥയാട്ടോ പറയുന്നത്. ആചാര്യൻ ഈ അസുരവധങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ സ്പീഡിൽ ഓടിച്ചു പോയി പറയേ പതിവുള്ളൂ. എന്നാൽ പ്രലംബാസുരനെ വധിച്ച കഥ ഉണ്ടല്ലോ അത് ഇത്തിരി വിസ്തരിച്ച് തന്നെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ആചാര്യന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് പറയണത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ കേട്ടോ. ആചാര്യന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ മുഴുവനൊന്നും എനിക്ക് ഓർമ്മയില്ല, ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയണതാണ്. എന്തായാലും രാമനും കൃഷ്ണനും കൂടി കൂട്ടുകാരോടൊത്ത് വനത്തില് പോയി തുടങ്ങി. അവര് ആദ്യം പശുക്കുട്ടീനെ മേയ്ക്കാനാണ് പോയത്. പിന്നെ കുറച്ച് വലുതായപ്പോൾ പശുക്കളെയും കൊണ്ടായി ഈ വനത്തില് മേയ്ക്കാനായിട്ട് പോകുന്നത്, കാലി മേയ്ക്കാൻ പോവുക. അപ്പോൾ ഈ പശുക്കളൊക്കെ ഒരു ഭാഗത്ത് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, മറുഭാഗത്ത് ഗോപാലക്കുട്ടികളൊക്കെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഒരു ഗോപാലന്റെ വേഷത്തിലാണത്രേ പ്രലംബൻ എന്ന ഈ അസുരൻ വന്ന് ഈ ഗോപാലക്കുട്ടികളുടെ ഇടയിൽ കയറിക്കൂടിയത്. അപ്പോഴാണ് രാമനും കൃഷ്ണനും കൂടി തീരുമാനിച്ചത്, നമുക്ക് കൂട്ടർക്കും 2 ടീമായിട്ട് തിരിയാം. എന്നിട്ട് ഒരു ടീം നയിക്കുന്നത് കൃഷ്ണൻ, മറു ടീം നയിക്കുന്നത് ഈ രാമൻ. അങ്ങനെയായിട്ട് 2 കൂട്ടരും 2 ഭാഗത്ത്. അപ്പോൾ രാമൻ ചോദിച്ചു, എൻ്റെ ടീമിൽ ആരൊക്കെയാണ് കളിക്കാൻ വരുന്നത്, കൃഷ്ണന്റെ ടീമിൽ ആരൊക്കെയാണ്? എല്ലാവരും അവരവരുടെ ആ ഒരു ടീം ലീഡറിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും കൃഷ്ണന്റെ ടീമിലേക്ക് പോകുന്നു. അപ്പോൾ ബലരാമസ്വാമി പറഞ്ഞു, അത് നിർത്തൂ, ആദ്യം തൊട്ട് തുടങ്ങാം. എന്നിട്ട് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു, ഞാൻ എന്തിനാ കണ്ണടയ്ക്കണത്? അതെ, എനിക്കറിയാട്ടോ കൃഷ്ണ, നീ നിന്റെ ഈ കണ്ണുകൊണ്ട് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ ടീമിലേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ രാമന്റെ ടീമിൽ ആരും ഉണ്ടാവില്ല. ഇത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പറഞ്ഞു കണ്ണടച്ചോളാൻ. അപ്പോൾ ഭഗവാൻ കണ്ണടച്ചു കേട്ടോ. കണ്ണടച്ച് നിൽക്കുമ്പോൾ ഇന്ന ആള് രാമന്റെ ടീമില്, ഇന്ന ആള് കൃഷ്ണന്റെ ടീമില് എന്ന് പറഞ്ഞ്, ഞാൻ രാമന്റെ കൂടെയാട്ടോ, ഞാൻ കൃഷ്ണന്റെ കൂടെയാട്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ ഓരോ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ പ്രലംബൻ നിൽക്കണേ. അപ്പം പ്രലംബന് തോന്നി, ഞാനിപ്പോൾ എവിടെയാ ചേരണ്ടേന്ന്. 2 പേരെയും നോക്കിയിട്ടോ. ഈ 2 പേരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വന്നതേ കംസൻ പറഞ്ഞു വിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ കൊട്ടേഷൻ കൊടുക്കാൻ ആദ്യമായിട്ട് തുടങ്ങിയതേ കംസൻ തന്നെയാത്രേ. അപ്പോൾ കംസന്റെ കൊട്ടേഷൻ അങ്കായിട്ട് എടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വരവേ. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഞാനിപ്പോൾ ഏത് ടീമിലാ ആവേണ്ടതെന്ന്. ഇദ്ദേഹം അവസാനം തീരുമാനിച്ചു, ഞാൻ കൃഷ്ണന്റെ ടീമിലാട്ടോ. അപ്പോൾ എന്താ കളി?
കളി ഇവര് തമ്മിൽ എതിർത്താണ് കളിക്കുന്നത്. ആരാണോ തോൽക്കുന്നത് അവര് ജയിക്കുന്ന ആളെ ചുമലിലേറ്റിക്കൊണ്ട് ഓടി ഒരു എന്താ പറയുക അവിടെ അടുത്തുള്ള ഒരു വൃക്ഷത്തിന്റെ അവിടം വരെ പോയി തിരിച്ച് വട്ടം കറങ്ങി വരണം. ഇതാണ് ആ ഒരു കളിയുടെ നിയമം. അപ്പോൾ ഈ ഒരു നിയമം പാലിക്കാൻ തയ്യാറായിക്കൊണ്ട് എല്ലാവരും നോക്കുമ്പോൾ പ്രലംബനാണെങ്കിലോ ശ്രീകൃഷ്ണന്റെ ടീമിലാട്ടോ പോയി ചേർന്നിരിക്കണത്. അപ്പോൾ അപ്പുറത്തെ ടീമാണല്ലോ ബലരാമൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രണ്ട് കൂട്ടരും തമ്മിൽ മുഷ്ടി പിടിച്ച് ജയിക്കുന്നത് ആരാണോ അവര് മറ്റാളെ എടുക്കണം എന്നാണല്ലോ. കൃഷ്ണൻ ശ്രീദാമാവുമായിട്ടാണ്, കൃഷ്ണന്റെ ഒരു ആത്മസുഹൃത്തായ ശ്രീദാമാവുമായിട്ട് പഞ്ചഗുസ്തി പിടിക്കുകയാണ്. അങ്ങനെ പിടിച്ച് 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 അവസാനം എന്താ ഉണ്ടായേ? കൃഷ്ണൻ തോറ്റു. അതാ ഉണ്ടായേ. കൃഷ്ണൻ തോറ്റപ്പോഴോ ശ്രീദാമാവ് പറഞ്ഞു എന്നെ എടുക്കണം കേട്ടോ, യാതൊരു സംശയവുമില്ല, എന്നെ എടുത്ത് ചുമലിലേറ്റ് തന്നെ വേണമെന്ന്. കൃഷ്ണൻ പറഞ്ഞു ശരി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീദാമാവ് കൃഷ്ണന്റെ ചുമലിൽ കയറിട്ടോ. ചുമലിൽ കയറി കുറച്ചു ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ശ്രീദാമാവ് പറഞ്ഞു ഇത്രേ മതി കൃഷ്ണ, സാരമില്ല, മുഴുവനായിട്ട് എടുത്തു എന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞോളാം, ഞാൻ സമ്മതിച്ചിരിക്കണു മുഴുവനായിട്ട് എടുത്തു എന്ന്. കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണനാണെങ്കിലോ തീരെ പറ്റണില്ല കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണനെ എടുത്തോണ്ട് നടക്കാൻ. എന്തൊരു ഭാരം എന്നറിയോ. ഏത് ഈ 74 ലോകങ്ങൾ അവനവന്റെ ഉള്ളിലുള്ള കൃഷ്ണനെ ഈ ശ്രീദാമാവിനെ താങ്ങാൻ പറ്റണില്ല. കിതച്ചുകൊണ്ടാണ് നടക്കണേ കേട്ടോ. ഇങ്ങനെ കിതച്ചുകൊണ്ട് നടക്കുമ്പോൾ പറഞ്ഞു മതി കൃഷ്ണ, താഴെ വെച്ചോളൂ, സാരമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു വേണ്ട 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 വേണ്ട, ഇപ്പോഴൊക്കെ താൻ ഇങ്ങനെയൊക്കെ പറയും, കുറച്ചു ദിവസം കഴിഞ്ഞാലേ അന്നുണ്ടല്ലോ എന്നെ ആ കൃഷ്ണൻ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ എന്നെല്ലാരോടും പറഞ്ഞു കൊടുക്കാനല്ലേ, ഞാൻ അങ്ങനെയൊന്നും തോൽവി സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് ശ്രീദാമാവിനെ എടുത്ത് ആ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് ഇദ്ദേഹം നീങ്ങി. ആ സമയത്താണ് രാമനും പ്രലംബനും തമ്മിൽ ഈ പഞ്ചഗുസ്തി പിടിച്ചത്. എന്നിട്ട് ആരാ ജയിച്ചത്? സംശയമില്ല, ബലരാമൻ തന്നെയാ ജയിച്ചത്. അത് തന്നെയായിരുന്നു കേട്ടോ പ്രലംബന്റെയും ആവശ്യം. ബലരാമൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ? പ്രലംബനോട് എല്ലാവരും പറഞ്ഞു എടുത്തോളൂ എടുത്തോളൂ, താൻ എടുത്തോളൂ, രാമനെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോ രാമനെ എടുത്തപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിചാരം എന്താണെന്നറിയോ? കിട്ടി കിട്ടി കിട്ടി, ഒരുത്തനെ എൻ്റെ കയ്യിൽ കിട്ടി എന്നായിരുന്നു ഇത്രേ വിചാരം. എന്താ അങ്ങനെ വിചാരിക്കാൻ കാരണം? ഇദ്ദേഹത്തിനെയും കൊണ്ട് അങ്ങോട്ട് പോവാം, എന്നിട്ടോ ആ കാണുന്ന മരത്തിന്റെ പിന്നാമ്പുറത്ത് കയറി ഇരുന്നിട്ട് ആ വേണ്ട രീതിയിൽ എന്താച്ചാ വധിക്കാം, എന്നിട്ട് വീണ്ടും ടീമിൽ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇദ്ദേഹം രാമനെയും കൊണ്ട് അങ്ങോട്ട് പോയി. ആ മരത്തിന്റെ പുറകുവശത്ത് എത്തിയപ്പോഴുണ്ടല്ലോ എന്താ പറയാ സ്വന്തം ശരീരം പുറത്തേക്ക് വന്നു. ഈ ഗോപാലക്കുട്ടിയുടെ രൂപമൊക്കെ മാറി വലിയൊരു രാക്ഷസനായി മാറിയിട്ടോ. ഈ രാക്ഷസനായി മാറിയപ്പോ ആ രാക്ഷസന്റെ ചുമലിലിരിക്കുകയാണ് നമ്മുടെ ഈ ബലരാമൻ. ഈ ബലരാമൻ ഇരിക്കണ കണ്ടപ്പോൾ എല്ലാ ഗോപാലക്കുട്ടികളും പേടിച്ചു. രാക്ഷസന്റെ ശരീരം അദ്ദേഹം ഇങ്ങനെ വലം വെച്ച് വരികയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഗോപാലക്കുട്ടികളൊക്കെ ഒരു നിമിഷം പേടിച്ച് പുറകിലേക്ക് ഇങ്ങനെ മാറി. ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനെ ഇങ്ങനെ നോക്കി, എന്താ ഏട്ടാ ഇങ്ങനെ ഇരിക്കണത്, ഏട്ടൻ എന്താ അവനെ വധിക്കാത്തത്? ഇന്ന് തന്നെയാണ് കേട്ടോ ഭഗവാൻ നോക്കണത്. അപ്പോ രാമനും വിട്ടുകൊടുത്തില്ല. രാമൻ പറഞ്ഞു അല്ല 3-4 ദിവസം മുമ്പല്ലേ ആ കാളിയന്റെ ആ തലയിൽ കയറിയിട്ട് ഒരു നൃത്തം വെക്കലൊക്കെ ഉണ്ടായത് ഉണ്ണി, ഇനി അതുപോലെ ഞാൻ ഈ പ്രലംബന തലയിൽ വല്ല നൃത്തവും വെക്കണോന്ന് ആലോചിക്കുകയായിരുന്നു. ഒന്നും വേണ്ടാന്നാണല്ലേ? എന്നാ ശരി, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ തൻ്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പ്രലംബന്റെ തലക്കിട്ട് ഒന്നാ കൊടുത്തു ബലരാമസ്വാമി. ബലരാമസ്വാമിയുടെ അടിയൊക്കെ താങ്ങാൻ ആർക്കെങ്കിലും സാധിക്കോ? അതോടെ കഥ കഴിഞ്ഞു അത്രേ പ്രലംബാസുരന്റെ. അപ്പോ അങ്ങനെയാണ് പ്രലംബാസുരനെ വധിച്ച ആ രാമൻ വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ എടുത്ത് ചുമലിലേറ്റിക്കൊണ്ടാണ് അത്രേ കൃഷ്ണനും ഗോപാലക്കുട്ടികളും അന്ന് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ബലരാമസ്വാമിയുടെ പാദത്തിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. ബലരാമസ്വാമിക്ക് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ ചോദ്യം ജയശ്രീ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ മുതിർന്ന പൗരന്മാരുടെ ദർശന സമയം വേനലവധി പ്രമാണിച്ച് രാവിലെ 6 മണി വരെ ഉള്ളൂ, ഒന്ന് ഉറപ്പാക്കി പറയണേ എന്ന്.
അല്ല കേട്ടോ, രാവിലെ 6 മണി വരെ അല്ല. അവധി ദിവസങ്ങളിൽ മാത്രം, അതായത് കലണ്ടറിൽ റെഡിംഗ് ഉള്ള അവധി ദിവസങ്ങളിൽ മാത്രമാണ് 6 മണി വരെ, അല്ലെങ്കിൽ സാധാരണ സമയം തന്നെയാണ്. ഈ കലണ്ടറിൽ അവധി വരുന്നത് കുറച്ച് ദിവസം അടുപ്പിച്ചു വന്നു വിചാരിക്കുക, അതിൻ്റെ ഇടയിൽ ഒരു 1-2 വർക്കിംഗ് ഡേയ്സ് വന്നാൽ അന്നും കൂടി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. ഇപ്പോൾ വിഷു വന്നത് ഇടയ്ക്കൊരു ബുധനാഴ്ചയാണല്ലോ വന്നത്, അപ്പോൾ അതിൻ്റെ ആ 2 ശനി ഞായർ അവധിയാണ്, ബുധനാഴ്ചയാണ് വിഷു. അപ്പോൾ തിങ്കളും ചൊവ്വയും കൂടി ഈ അവധിയായിട്ട് തന്നെ അങ്ങോട്ട് കണക്കാക്കിയിട്ട് 6 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെയല്ല കേട്ടോ, സാധാരണ പോലെ തന്നെയാണ്. അടുത്തതായിട്ട് സദക്കുട്ടി, എൻ്റെ മോന് സൽസ്വഭാവം ഉണ്ടാകാനും ദേഷ്യം കൂടുതലാണ്, നല്ല ജോലി കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും സൽസ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ് അല്ലേ. ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ ടീനേജ് ആയി തുടങ്ങിയില്ലേ, കുറച്ചൊക്കെ വലിയ കുട്ടികളായപ്പോൾ അവരുടെ ആ നിഷ്കളങ്കതയൊക്കെ മാഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവണേ കേട്ടോ. അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നിരിക്കണു, നമ്മൾ പറയണതൊക്കെ അതേപോലെയൊന്നും അനുസരിക്കില്ല, ചോദ്യമൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കണു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ്. എത്ര എന്ത് പറഞ്ഞാലും അമ്മമാർക്ക് ആദ്യം പിടിക്കാൻ ചെറിയത് മതിയില്ലേ കുട്ടികളുടെ കയ്യിൽ നിന്ന്. എന്തായാലും ഒട്ടും പരിഭ്രമിക്കേണ്ട, ശ്രീ ഗുരുവായൂരപ്പൻ കൂടെ തന്നെ ഉണ്ട്. പണ്ട് ഒരു സ്പീച്ച് കേൾക്കാനിടയായി കേട്ടോ, ഒരു ടീച്ചറുടെ, ഒരു ടീച്ചിങ് പ്രൊഫഷനിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെയാണ്, പല തരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യണതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പലരും, പല അമ്മമാരും പരാതിയുമായിട്ട് ചെല്ലാറുണ്ട് അത്രേ. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അവൻ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ ഇന്ന രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ മാറാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, കുറേയൊക്കെ നിങ്ങൾ അമ്മമാരുടെ തോന്നലാണ്. കാരണം എന്താ വെച്ചാൽ പണ്ടൊരമ്മ ഉണ്ടായിരുന്നു കേട്ടോ, ഈ അമ്മ ഉണ്ടല്ലോ ഇന്നായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ എൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയിലും കൺസൾട്ടേഷന് വരുമായിരുന്നു, ബിഹേവിയറൽ തെറാപ്പിക്ക് കൊണ്ടുവരുമായിരുന്നു. അതെന്താണെന്നറിയോ, ആ അമ്മയുടെ മകൻ അടുത്ത വീടുകളിലൊക്കെ പോയി പാലും തൈരും വെണ്ണയൊക്കെ കട്ടെടുക്കുമായിരുന്നു, കലം എറിഞ്ഞുടയ്ക്കുമായിരുന്നു, അതുപോലെ തന്നെ കന്നുകാലികളെയൊക്കെ അഴിച്ചു വിടുമായിരുന്നു, അതുപോലെ തന്നെ പെൺകുട്ടികളുടെയൊക്കെ ഉടുപ്പും കുപ്പായൊക്കെ എടുത്ത് കട്ടെടുത്ത് കൊണ്ടുപോകുമായിരുന്നു. ഇങ്ങനെയുള്ള വികൃതികളൊക്കെ കാണിച്ചിരുന്ന ഒരു അമ്മയുടെ മകൻ ഉണ്ടായിരുന്നു. ആ അമ്മ അപ്പം എന്തുമാത്രം സങ്കടപ്പെടണം. പക്ഷെ ആ അമ്മ ഉണ്ടല്ലോ ഉറച്ചു വിശ്വസിച്ചു ഇതൊക്കെ എൻ്റെ ഉണ്ണികൃഷ്ണന്റെ വികൃതിയാണ് എന്നാണ് അദ്ദേഹം പറയണത്. കേട്ടപ്പോൾ വലിയ രസം തോന്നിട്ടോ. ശരിയല്ലേ അല്ലേ, നമ്മളാണ് അങ്ങനെ നമ്മുടെ കുട്ടികളെ വെച്ചാൽ ആദ്യം പിടിച്ച് ഭരിക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ യശോദമ്മയുടെ ആ ഒരു ബലമോ അല്ലെങ്കിൽ ആ ഒരു ക്ഷമയോ ഒക്കെ കിട്ടാൻ നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനോട് തന്നെ പ്രാർത്ഥിക്കാം. നാരായണീയത്തിലെ 45-ാമത്തെ ദശകം എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് സവിത, ഈ മാസം ഞങ്ങൾ ഗുരുവായൂരിൽ വരുന്നുണ്ട്, അതിൻ്റെ സന്തോഷത്തിലാണ്. എൻ്റെ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ കൊതിയായി. അഹസ വഴിപാട് കഴിക്കാൻ തലേ ദിവസം വൈകുന്നേരം ബുക്ക് ചെയ്താൽ മതിയോ, പിറ്റേ ദിവസം രാവിലെ വഴിപാട് ആക്കാമോ എന്നാണ് ബീന എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. പറ്റില്ല കേട്ടോ, ഞാനിത് മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അഹസ് വഴിപാട് ഷീട്ടാക്കുമ്പോൾ എപ്പോഴും തലേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് ഷീട്ടാക്കണം. ഇനി ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ തലേന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ ഷീട്ടാക്കണം കേട്ടോ, എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. വൈകുന്നേരം വന്നിട്ട് കാര്യമില്ല, അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ തോന്നുന്നു. എവിടേക്കോ ഉണ്ട് ചോദ്യങ്ങൾ ഞാൻ എടുക്കാൻ വെച്ചത് കേട്ടോ, അതെവിടെയാണെന്ന് തന്നെ എനിക്ക് കാണാനില്ല. അപ്പോൾ എന്തായാലും ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഒരിക്കൽ കൂടി ബലരാമസ്വാമിയുടെ പിറന്നാളിന് ആശംസകൾ പറയുന്നു. ഇന്ന് 2 നേരം കാഴ്ചശിവേലിയുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ, അതാണ് ഇന്നത്തെ ഇവിടുത്തെ ആഘോഷം. തൊട്ടടുത്തുള്ള നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ ഇന്ന് അതിഗംഭീരമായി അതിവിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നെന്മിനി ബലരാമ ക്ഷേത്രത്തിലും കൂടി പോവാൻ ആരും മറക്കരുത് കേട്ടോ. ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.